നമസ്കാരം. കെ.സി തന്നെ മുഖ്യമന്ത്രി. ഞായറാഴ്ച സത്യപ്രതിജ്ഞ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി വേണുഗോപാലിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പൂർണ്ണമായിട്ടും അതിന്റെ നിജസ്ഥിതി പുറത്തു വന്നിട്ടില്ല. എങ്കിലും കെ.സി വേണുഗോപാലിനപ്പുറം മറ്റൊരു നേതാവിലേക്ക് എന്തായാലും ഇനി ഹൈക്കമാൻഡ് പോകില്ല. 10 ദിവസം നീണ്ട നാടകീയമായിട്ടുള്ള ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് അന്തിമ തീരുമാനമായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ചേരുമെന്ന് പറഞ്ഞിരുന്ന നിയമസഭാ കക്ഷി യോഗമടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ നിയമസഭാ കക്ഷി യോഗം മാറ്റിവെച്ചിരിക്കുന്നു. ആ സമയക്രമത്തിൽ വ്യത്യാസം വരും. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ മുദ്രവച്ച കവർ തുറക്കുന്നതോടെ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദേശീയ മാധ്യമമായിട്ടുള്ള സൗത്ത് ഫസ്റ്റ് ആണ് ഇത്തരത്തിലൊരു വാർത്ത ആദ്യമായിട്ട് എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ മറികടന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള കെ.സി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. 63 വയസ്സുകാരനായിട്ടുള്ള വേണുഗോപാൽ നിലവിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ MP ആയതിനാൽ 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ട്. ബുധനാഴ്ച വൈകിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയ ചർച്ചയിലാണ് കെ.സിയുടെ കാര്യത്തിൽ അന്തിമ ധാരണയായത്. തുടക്കത്തിൽ വി.ഡി. സതീശനായിട്ട് പ്രിയങ്ക ഗാന്ധി വാദിച്ചുവെങ്കിലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ.സി കാണിച്ച കരുത്താണ് രാഹുലിനെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. ഒടുവിൽ സോണിയാഗാന്ധിയുടെ ഇടപെടലോടെയാണ് കെ.സിയുടെ പേരിൽ സമവായം ഉണ്ടായിരിക്കുന്നത്. ഭൂരിഭാഗം MLA-മാരെയും തനിക്കൊപ്പം നിർത്താൻ കെ.സിക്ക് സാധിച്ചുവെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിഭവങ്ങൾ സമാഹരിക്കുന്നതിനും കെ.സി നൽകിയ പിന്തുണ MLA-മാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം നൽകിയെന്നും പറയപ്പെടുന്നു. എന്നാൽ പാർട്ടി പ്രവർത്തകർക്ക് ഇടയിലും ഒപ്പം തന്നെ അണികൾക്കിടയിലും വി.ഡി. സതീശനായിരുന്നു പ്രിയങ്കരൻ. കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ഭരണത്തിനെതിരെ പണനയിച്ച സതീശനെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ ഒരു വിഭാഗം പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇത് ഹൈക്കമാൻഡ് ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് സൗത്ത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭീഷണിയുമായ വന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തെയും അത്ര ഗൗരവമായിട്ട് ഹൈക്കമാൻഡ് കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗും RSPയും സതീശനായിട്ട് ശക്തമായിട്ട് നിലകൊണ്ടുവെങ്കിലും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിന് മുന്നിൽ ഘടകകക്ഷികൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. 2 പ്രമുഖ എതിരാളികളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നതാണ് ഹൈക്കമാൻഡ് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. സതീശന് ഉപമുഖ്യമന്ത്രി പദവി നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എങ്കിലും കെ.സി പക്ഷം ഇതിനെ എത്രത്തോളം അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ചെന്നിത്തലയ്ക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സോണിയാഗാന്ധി പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. അങ്ങനെ 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകളോടെ തിളക്കമാർന്ന വിജയവുമായിട്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. കെ.സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുന്നതോടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര കേന്ദ്രം കൂടി രൂപപ്പെടുകയാണ്. മാത്രമല്ല കെ.സി മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് ഏകദേശ ധാരണയല്ലാതെ ഒരു ഉറപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ചിലപ്പോൾ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കാം. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗവർണറെ കാണുന്നുണ്ട്. ഗവർണറെ കണ്ടതിന് ശേഷം ഇവിടെ ഒരു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കെ.സിയെ മുഖ്യമന്ത്രിയായി അവരോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ചിലപ്പോൾ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും.